അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം, UG പ്രോഗ്രാം, ബാച്ചിലേഴ്സ് പ്രോഗ്രാം, ഡിഗ്രി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് 3 മുതൽ 4 വർഷമാണ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4 വർഷമാണ്. സോ 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് പല കൂട്ടുകാർക്കും അവരുടെ ഡിഗ്രി സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പേപ്പേഴ്സ്, എല്ലാ സബ്ജക്റ്റും പാസ്സാകാൻ പറ്റില്ല എന്നാണ് അർത്ഥം. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സപ്ലി ഉണ്ടാകുന്ന സമയത്ത് ഡിഗ്രിയുടെ സമയം കഴിഞ്ഞു, പക്ഷെ മുഴുവൻ പേപ്പർ എഴുതി കിട്ടിയിട്ടുമില്ല എങ്കിൽ എങ്ങനെ ഒരു ജോബിലേക്ക് കിടക്കാം? അല്ലെങ്കിൽ കൂട്ടുകാരുടെ, വീട്ടിലെ, അതോടൊപ്പം നെയ്ബേഴ്സിന്റെ, സൊസൈറ്റിയുടെ ചോദ്യങ്ങളിൽ നിന്ന് മുന്നോട്ടെങ്ങനെ പോകാം? അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എങ്ങനെ കൺവിൻസ് ചെയ്യാം? ആ ഒരു ഡൗൺ ടൈം എന്നുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നോട്ട് വരാൻ സാധ്യതയുമുണ്ട്. സോ ആ ഒരു സമയം എന്നുള്ളത്, ആ സപ്ലി പേപ്പറുകൾ എഴുതിയെടുക്കുന്ന സമയം എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ സപ്ലി എഴുതിയെടുക്കുന്ന സമയം എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായ സമയമാണ്. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് വരും. അതോടൊപ്പം നിങ്ങളുടെ സൊസൈറ്റിയും നിങ്ങളുടെ ഫാമിലിയും കുടുംബവും നിങ്ങളുടെ കൂട്ടുകാരും ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളെ പൊതിയാനും സാഹചര്യം വളരെ വളരെ കൂടുതലാണ്. സോ ഈ ഒരു സമയത്ത് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ നിങ്ങളുടെ വാല്യൂ എങ്ങനെ കൂട്ടാം എന്ന കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക, അതോടൊപ്പം ഒരു ഫോക്കസ്ഡ് സ്റ്റഡി പ്രോഗ്രാം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ, പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് നേടാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കോച്ചിങ്ങോ ട്യൂഷനും നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഒബ്വിയസ്ലി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്രോഗ്രാം, റുട്ടീൻ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലായിരുന്നു ഫെയിലാകേണ്ടി വന്നത് അതിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. സോ ഈ കോഴ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്യൂമെയിൽ തിളക്കം കൂട്ടും. അതോടൊപ്പം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സിന് വലിയൊരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഡൗൺ ടൈമിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന കാര്യം. സോ ഉദാഹരണത്തിന് ഡിജിറ്റൽ സ്കിൽസ് നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹബ്സ്പോട്ട്, അതോടൊപ്പം വിവിധ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും ടെക്നിക്സും ഉണ്ട്. അതോടൊപ്പം പ്രോഗ്രാമിംഗ്, IT പോലുള്ള മേഖലയിൽ കോഴ്സെറ, യുഡെമി പ്ലാറ്റ്ഫോമുകളിൽ നൽകുന്ന പൈത്തോൺ, ഡാറ്റ സ്ട്രക്ചർ, അതോടൊപ്പം വെബ് ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നിങ്ങളുടെ കരിയറിനെ സഹായിക്കുന്ന കോഴ്സുകൾ നൽകി തരുന്നു. പിന്നീട് നമുക്ക് ബിസിനസ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഫിനാൻസ്, അതോടൊപ്പം പ്രൊജക്ട് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മേഖലകളിൽ അതും പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രിയോട് കൂടിയിട്ടുള്ള വലിയ വാല്യൂ ആണ് നൽകുന്നത്. നല്ലൊരു ജോബിൽ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. മൂന്നാമത്തത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസും ഫ്രീലാൻസ് പാർട്ട് ടൈം ജോബ്സും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് നൽകാനും വർക്ക് എക്സ്പോഷർ നൽകാനും നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അതോടൊപ്പം ഒരു ഫുൾ ടൈം റോൾ നേടുന്നതിന് മുമ്പായിട്ട്, ഫുൾ ടൈം ജോബ് നേടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ട്രയൽ പീരീഡ് കൂടി നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എംപ്ലോയബിലിറ്റി പാരാമീറ്റേഴ്സിനെ ഇത് വളരെയധികം കൂട്ടുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നു ഫോർ യുവർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയിൽ, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ചെറിയ പ്രോഗ്രാം, ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ കൂടിയാണ് നൽകുന്നത്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ആ ജോബിൽ ഫുള്ളായി ഇൻവോൾവ് ആകുന്നില്ലെങ്കിലും ആ ജോബ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ഇൻഡസ്ട്രിയുടെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ സമയത്ത് സാലറി ലഭിക്കണം എന്ന് നിർബന്ധമില്ല, വാശി പിടിക്കരുത്. സ്റ്റൈപ്പൻഡും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ കാശ് ചെലവാക്കി ചിലപ്പോൾ അവിടെ പോയി പഠിക്കേണ്ട അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾ ആണെങ്കിൽ, സ്ലോട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് പോകേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഒരു വർക്ക് എക്സ്പോഷർ ലഭിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് പാർട്ട് ടൈം ജോബ്സും അതോടൊപ്പം ഫ്രീലാൻസ് ജോബ്സുമാണ്. പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിൽ പ്രത്യേക സമയം മാറ്റി നിർത്തി ആ ഒരു സമയത്ത് മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ടൈം ജോബിന് മുമ്പായിട്ടുള്ള ഒരു റിഹേഴ്സൽ കൂടിയാണ്. പിന്നീട് ഫ്രീലാൻസ് ജോബ് ആണെങ്കിൽ അപ്വർക്ക്, ഫിവർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്ത് സ്വന്തമായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സോഴ്സ് കണ്ടെത്താനുള്ള സാഹചര്യവും തരുന്നു. പിന്നീട് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആണ് നാലാമതായി മനസ്സിലാക്കാനുള്ളത്. ലിങ്ക്ഡ്ഇൻ ലേണിംഗ്, സ്കിൽ ഷെയർ, യൂട്യൂബ് ട്യൂട്ടോറിയൽസും കോഴ്സുകളും ഒക്കെ
നിങ്ങളെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. സ്കില്ലുകൾ മെയിനായിട്ടും 2 രീതിയിലാണുള്ളത്. ഒന്ന് ടെക്നിക്കൽ സ്കില്ലാണ്, മറ്റത് സോഫ്റ്റ് സ്കില്ലാണ്. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഏത് ജോബിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണോ നിങ്ങൾ പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കാലിറ്റി നിങ്ങൾക്ക് നൽകുന്ന, അറിവ് നൽകുന്ന, സ്കിൽ നൽകുന്ന കാര്യങ്ങളാണ്. കോഡിംഗ്, ഡാറ്റ അനാലിസിസ്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള പ്ലാറ്റ്ഫോംസുകളൊക്കെ നമുക്ക് ടെക്നിക്കൽ സ്കിൽസിൽ എണ്ണാവുന്നതാണ്. സോഫ്റ്റ് സ്കിൽസിന്റെ കാര്യമാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ടീം വർക്ക്, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, അതോടൊപ്പം ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ. സോ ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ അതേപോലെ അത്യാവശ്യമായ കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത്, ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്നുള്ളത്. ഇതാണ് നിങ്ങൾക്കൊരു ജോബിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. ടെക്നിക്കാലിറ്റി വിൽ ഓപ്പൺ ദ ഡോർ, പക്ഷേ ആ ഡോർ ഓപ്പൺ ആയതിനു ശേഷം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ് ആണ്. 5ാമതായിട്ടുള്ളതാണ് വോളണ്ടിയറിംഗും അതോടൊപ്പം സോഷ്യൽ വർക്ക്സും എന്നുള്ളത്. സോ വോളണ്ടിയറിംഗ് എന്നുള്ളത് നിങ്ങളുടെ പീപ്പിൾ സ്കിൽ, സോഷ്യൽ സ്കിൽസ് കൂട്ടാനും, ടീം വർക്ക് എബിലിറ്റി കൂട്ടാനും, അതോടൊപ്പം പ്രൊജക്ട് മാനേജ്മെന്റ് എക്സ്പീരിയൻസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഓർഗനൈസിങ്, മാനേജിങ് ഇവന്റ്സ്, അതോടൊപ്പം ഫണ്ട് റൈസിംഗ് പോലുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത്, ഈ കാര്യങ്ങൾ റെസ്യൂമെയിൽ ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഓർഗനൈസേഷൻസ്, മെയിൻലി MNCകളും മറ്റും ഇതിനെ വലിയ രീതിയിലാണ് കാണുന്നത്. പല MNCകൾക്കും ഈ രീതിയിലുള്ള പ്രോഗ്രാംസും ഉണ്ട്. സോ അതിൽ നിങ്ങളെ ഭാഗമാക്കാനും മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ആ ഓർഗനൈസേഷൻസ് നൽകുന്നു. പലപ്പോഴും റെസ്യൂമെയിലെ ടെക്നിക്കാലിറ്റിയോടൊപ്പം ഈ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ജോലി ലഭിക്കാൻ തന്നെ കൂടുതൽ സാഹചര്യം സൃഷ്ടിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി 6ാമത്തത് ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടിയാണ് ഈ ഒരു ഡൗൺ ടൈം എന്നുള്ളത്. സപ്ലി എഴുതിയെടുക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പുതിയ കഴിവിന്റെ ആസ്പെക്ട്സ്, തലങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അതോടൊപ്പം നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാതെ വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും, ഇഫ് യു ആർ പ്രോപ്പർലി ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. സോ ഇത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ എംപ്ലോയേഴ്സ് നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തെ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് റെസ്യൂമെയിൽ ഇൻ എ പ്രോപ്പർ മാനർ പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും വലിയൊരു പോസിറ്റീവായ കാര്യമായിട്ടാണ് നിങ്ങളുടെ എംപ്ലോയേഴ്സ്, പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് കാണാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങളെങ്ങനെ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് സ്വന്തമായി ഇനീഷ്യേറ്റ് ചെയ്ത് ഒരു സക്സസ്ഫുൾ മൈൽ സ്റ്റോണിലേക്ക് എത്തിച്ചു എന്നുള്ളതും നിങ്ങളുടെ വിൽ പവറിനെയും ഡിറ്റർമിനേഷനെയുമാണ് കാണിക്കുന്നത്. റൈറ്റിംഗ് എ ബ്ലോഗ്, സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ പ്രൊഡക്ടിവിറ്റി പരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു, അതോടൊപ്പം കോഡിംഗ്, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളൊരു ഡിസൈൻ സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, പുതിയ പ്രൊജക്ട് എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു പുതിയ ഹോബി കണ്ടെത്തുക, ആ ഹോബി നിങ്ങൾ ഏത് ജോബിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതുമായി അലൈൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന കാര്യം, അല്ലെങ്കിൽ സമൂഹത്തിന് നിങ്ങളെ കൊണ്ട് എങ്ങനെ ഒരു യൂസ്ഫുൾ ആയ വ്യക്തിയായി മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സൈഡ് ഹസിൽ അല്ലെങ്കിൽ പ്രോജക്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്വന്തമായി ഫിനാൻഷ്യൽ എയ്ഡ്, സാമ്പത്തികമായ സോഴ്സ് കണ്ടെത്താനായ രീതിയുമായിട്ടും നിങ്ങൾക്ക് ഈ സൈഡ് ഹസിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. 7ാമത്തെ കാര്യം എന്നുള്ളത് നെറ്റ്വർക്കിംഗ് ആണ്. ജോബ് റെഫറൽസിനും മെന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനും അതോടൊപ്പം ഡിഫറെന്റ് കരിയർ പാത്സ് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾക്ക് നൽകുന്നു. സോ വിവിധ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടും ലിങ്ക്ഡിൻ ആണ് നമുക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത്, ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇൻഡസ്ട്രി റിലേറ്റഡ് ഗ്രൂപ്പ്സിൽ അംഗമാകുക, ഡിസ്കഷന്റെ ഭാഗമാകുക, ആൾക്കാരെ പരിചയപ്പെടുക എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം വെബിനാർ, സെമിനാർസ്, ഓൺലൈൻ ഇവന്റ്സ്, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ, പുതിയ പുതിയ രീതിയിലുള്ള തലത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അത് പിന്നീട് നിങ്ങൾക്ക് നല്ല കരിയറിൽ എത്തിച്ചേരാനും സഹായിക്കുന്നു. അലുമിനായി പ്രോഗ്രാംസ് ഉണ്ടാകും. പ്രൊഫസേഴ്സുമായും നിങ്ങളുടെ കോളേജിലെ ബാക്കിയുള്ള ഫാക്കൽറ്റിയുമായും റീകണക്ട് ചെയ്യാനും അവരുടെ അഡ്വൈസ് നേടാനും ഒരു പൊട്ടൻഷ്യൽ മെന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൈവരിക്കാനുമുള്ള സാഹചര്യമൊക്കെ നമുക്ക് നെറ്റ്വർക്കിംഗിൽ കൂടി നേടാൻ പറ്റുന്നു. 8ാമത്തെ കാര്യം എന്നുള്ളത് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ് ആണ്. തീർച്ചയായിട്ടും ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടി എഴുതിയെടുക്കാനുള്ള സപ്ലി പേപ്പേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് യു ആർ ഗോയിങ് ടു എൻ്റർ ടു എ ജോബ് മാർക്കറ്റ്. സോ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും യു ഹാവ് ടു ബി വെൽ പ്രിപ്പയർഡ്.
സോ ആ ഒരു പ്രിപ്പറേഷൻ ടൈം കൂടിയാണ് നിങ്ങൾ ഈ സമയത്ത് കണ്ടെത്താൻ പോകുന്നത്. സോ റെസ്യൂമെ ബിൽഡിംഗ്, പോർട്ട്ഫോളിയോ ക്രിയേഷൻ, അതോടൊപ്പം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഈ 3 ക്രിട്ടിക്കൽ കാര്യം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടി യു ആർ റെഡി ടു എൻ്റർ ടു ജോബ്. സോ ആ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. റെസ്യൂമെ, റെഡിമെയ്ഡ് റെസ്യൂമെകളുണ്ട്, ആൾക്കാരെ കൊണ്ട് എഴുതിയെടുപ്പിക്കുന്ന റെസ്യൂമെ ഉണ്ട്, കോപ്പി അടിച്ചെടുക്കുന്ന റെസ്യൂമെ ഉണ്ട്. അതല്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കി വളരെ എഫക്റ്റീവായി കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് പ്രോപ്പർ ആയിട്ടുള്ള റെസ്യൂമെ ബിൽഡിംഗ് എന്നുള്ളത്. പല പ്ലാറ്റ്ഫോംസുകളും അവൈലബിൾ ആണ് ഫോർ യു ടു ക്രിയേറ്റ് എ പ്രോപ്പർ റെസ്യൂമെ. അത് ഉപയോഗിക്കുക. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങളാണ് മനസ്സിലാക്കി ആഡ് ചെയ്യേണ്ടത്. പോർട്ട്ഫോളിയോ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ വർക്ക് സാമ്പിൾസും നിങ്ങൾ നേരത്തെ ചെയ്ത പ്രൊജക്ട്സും ഒക്കെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു സമ്മറി നിങ്ങളുടെ റെസ്യൂമെയിൽ ആഡ് ചെയ്യാൻ പറ്റുക, അത് പ്രസന്റ് ചെയ്യുക. എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു നിങ്ങൾ, അതോടൊപ്പം എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു നിങ്ങൾ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്യൂമെയിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇന്റർവ്യൂയിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ആവശ്യമായ പ്രിപ്പറേഷൻസ്, അതോടൊപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ വരെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ സമയത്ത് അതിനും ഉപയോഗിക്കാവുന്നതാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് നൽകാൻ പോകുന്നത്. അത് ഒരിക്കലും മറന്നുകൂടാ. 9ാമത്തെ കാര്യം എന്നുള്ളത് ഫിസിക്കലി ആൻഡ് മെന്റലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ മോട്ടിവേഷനും ഫോക്കസും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നു, നിങ്ങളെ പ്രൊഡക്റ്റീവായി നിലനിർത്തുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, സ്പോർട്സ് പ്രോഗ്രാമിന്റെ ഭാഗമാകുക, മൈൻഡ്ഫുൾനെസ് കൂട്ടാൻ ആവശ്യമായ മെഡിറ്റേഷൻ പ്രോഗ്രാംസിന്റെ ഭാഗമാകുക. മെന്റലി ആക്റ്റീവായി നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. പുസ്തകങ്ങൾ വായിക്കുക, പോഡ്കാസ്റ്റുകൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോളജ് കൂട്ടാൻ, നിങ്ങളുടെ സ്കിൽ കൂട്ടാൻ, നിങ്ങളുടെ ടാലന്റിന് തിളക്കം കൂട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമമാണ്. അതോടൊപ്പം നല്ല ഹോബികളിൽ എൻഗേജ് ചെയ്യുക. അത് നിങ്ങളെ മെന്റലി സ്റ്റിമുലേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നു. 10ാമത്തെയും അവസാനത്തെ കാര്യം എന്നുള്ളത് എക്സ്പ്ലോറിംഗ് കരിയർ ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ഏത് കരിയർ പ്ലാറ്റ്ഫോമിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാജുവേഷനുമായി കണക്ട് ചെയ്തതാകാം, അതുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതുമായി ഡയറക്ട്ലി ബന്ധപ്പെട്ടത് അല്ലാത്തതായിരിക്കാം. ഏതായിരുന്നാലും എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ക്ലാരിറ്റി നൽകാൻ സഹായിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു വൈറ്റൽ കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഓറിയന്റേഷൻ, ഡയറക്ഷനും ഒക്കെ നേടാൻ ഈ ഒരു സമയം, ഡൗൺ ടൈം, സപ്ലി എഴുതിയെടുക്കുന്ന സമയം ഉപയോഗിക്കാവുന്നതാണ്. പൊട്ടൻഷ്യൽ കരിയർ പാത്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ സ്കിൽസും ഇൻട്രസ്റ്റും ഇതെങ്ങനെ അലൈൻ ചെയ്യുന്നു, എങ്ങനെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാം ഈ ഒരു കരിയർ പാത്തിലേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. സോ ഡിഫറെന്റ് കരിയർ ഗൈഡൻസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിന്റെ ഭാഗമാകുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏത് ജോബാണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാച്ച് ചെയ്ത് വരുന്നത് എന്നൊക്കെയുള്ള കാര്യവും മനസ്സിലാക്കി എടുക്കാൻ ഈ സമയം ഉപയോഗിക്കാം. വിർച്വൽ കരിയർ ഫെയർസ് ഉണ്ട്, ജോബ് ബോർഡ്സ് ഉണ്ട്, ഇതിന്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വിർച്വൽ കരിയർ ഫെയർസിലും മറ്റും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എംപ്ലോയേഴ്സ് നിങ്ങളിൽ നിന്ന് ഏത് രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആണ്, സ്കിൽസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ കരിയർ ഡയറക്ഷനിൽ, നിങ്ങളുടെ കരിയർ റിസർച്ചിൽ, നിങ്ങളുടെ കരിയർ പാത്ത് ഫൈൻഡിങ്ങിൽ ക്ലാരിറ്റി കൂട്ടാൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ സപ്ലി എഴുതിയെടുക്കുന്ന സമയത്ത് എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലും വാല്യുബിൾ ആക്കാം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ ഏത് പാത്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.